കോട്ടയത്തെ സ്പന്ദനം എങ്ങനെയാണ്, കോട്ടയത്ത് ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. സമയം 6:36 ഇനി അധിക സമയമില്ല മിഥുൻ. അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ ഫലസൂചനകൾ കാഞ്ഞിരപ്പള്ളിയിലെയും പൂഞ്ഞാറിലെയും പാലായിലെയും ജനങ്ങൾ LDF UDF മുന്നണികൾക്കെതിരെ ഇത്തവണ വിധിയെഴുതുമോ എന്നുള്ള ആ ആകാംക്ഷയാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെയൊക്കെ കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ UDFന് ശക്തമായ മേൽക്കൈയുള്ള ഒരു തട്ടകം എന്ന രീതിയിലൊക്കെയായിരുന്നു വിലയിരുത്തലെങ്കിൽ ഇത്തവണ NDAയുടെ ശക്തമായ സാന്നിധ്യത്തിലൂടെ എന്ത് സംഭവിക്കാം? NDAക്ക് കൃത്യമായ സ്വാധീന ഈ 3 മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ 3 മണ്ഡലങ്ങളിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പാലായിൽ ഷോൺ ജോർജ് BJP ഉപാധ്യക്ഷൻ, പൂഞ്ഞാറിൽ പതിറ്റാണ്ടുകളായി പൂഞ്ഞാറിന്റെ സ്വന്തക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന PC ജോർജും BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ വലിയ ആകാംക്ഷയാണ് ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ ഉള്ളത്. NDAയുടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇത്തവണ മാറ്റിമറിക്കുകയും ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നത് പാല കാർമൽ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് പാലായിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും വോട്ടെണ്ണൽ കേന്ദ്രം. ഒപ്പം 5 കേന്ദ്രങ്ങളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ 5 എണ്ണം, 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ഈ 5 കേന്ദ്രങ്ങളിലാണ്. പാലായിലും കാഞ്ഞിരപ്പള്ളിയിലെയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാല കാർമൽ പബ്ലിക് സ്കൂളിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ കോട്ടയം നഗരത്തിൽ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കും. ബെസിലീസ് കോളേജിൽ, കോട്ടയം നഗരത്തിൽ തന്നെയുള്ള ബെസിലീസ് കോളേജിലാണ് വൈക്കം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. പൂഞ്ഞാർ, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ഈരാറ്റുപേട്ട സെൻറ് ജോർജ്, അരുവിത്തുറ സെൻറ് ജോർജ് കോളേജിലുമാണ്. ഇങ്ങനെ 5 കേന്ദ്രങ്ങളാണ് കോട്ടയം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉള്ളത്. പാലായിൽ ഇപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 7:30 ഇലക്ഷൻ പാർട്ടിയുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റ് നടപടികളെല്ലാം, ചിട്ടവട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരെല്ലാം അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 7:30 സ്ട്രോങ് റൂം തുറക്കുന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ. 8 മണിയോടുകൂടി പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങും. 8:30 ആയിരിക്കും ബാലറ്റ് വോട്ടുകൾ എണ്ണി തുടങ്ങുക. ഒരു 9 മണിയോടുകൂടി ഏകദേശം ഒരു ആദ്യഘട്ടത്തിലുള്ള ചിത്രം എന്താണ് എന്നുള്ളത്, ആർക്കാണ് മേൽക്കൈ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഒരു വ്യക്തത, ഒരു ആദ്യഘട്ട വ്യക്തത ഒരു 9 മണിയോടുകൂടി 9:30 ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഉറ്റുനോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ആകാംക്ഷയുളവാക്കുന്ന 3 മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ 3ഇടത്തും കരുത്തരായ NDA സ്ഥാനാർത്ഥികളാണുള്ളത്. ജോസ് കെ മാണി പാലയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള രാഷ്ട്രീയ ഭാവി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എല്ലാം വ്യക്തമായി ഇനി എന്താണ് മുന്നോട്ട് ഉള്ള ഭാവി എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. മാണി C കാപ്പൻ, അദ്ദേഹമാണ് 5 വർഷം പാലായെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഇനി തുടർ സാധ്യത ഉണ്ടാകുമോ എന്നുള്ള വിലയിരുത്തൽ. ഒപ്പം ഇവർക്ക് 2 പേർക്കും ശക്തമായിട്ടുള്ള വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് പാലായിൽ ഷോൺ ജോർജ് ഉണ്ട്. ഷോണിൻ്റെ ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വേളകളിൽ എല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി പാലായിൽ ഒരു MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പാലായെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ഷോൺ ജോർജിന് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി പൂഞ്ഞാറിനെ ഒരു മണ്ഡലം തന്നെയാണ്. പാലയായിക്കോട്ടെ, പൂഞ്ഞാറായിക്കോട്ടെ, കാഞ്ഞിരപ്പള്ളി ആയിക്കോട്ടെ, തിരുവല്ല ആയിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി മണ്ഡലങ്ങളുണ്ട്. ഏതായാലും കോട്ടയത്തെ മണ്ണിലെ നല്ല 1-ാം തരം റബ്ബറൊക്കെ അങ്ങോട്ട് വിളയും. പക്ഷെ അവിടെ താമരപ്പൂക്കൾ വിരിയാനും ഇപ്രാവശ്യം സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അച്ഛനും മകനും നിയമസഭയിലേക്ക്. അതെ, നമ്മുടെ PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവർ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്